ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക മനുഷ്യരും ഒരുപാട് കഴിവും താലന്തുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാപ്തിയുമുള്ള ആൾക്കാരാണ് ഇന്നിൻ്റെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക മനുഷ്യരും. അവരുടേതായ നിലവാരത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കരിയറിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ മേഖലകളിൽ ഏറ്റവും നൈപുണ്യം പുലർത്തുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ഒരു കായിക താരത്തെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സിനിമാ താരത്തെ നോക്കിക്കഴിഞ്ഞാൽ, ഇനി സെക്കുലർ വേൾഡിൽ ആത്മീക ലോകത്തിൽ ഇങ്ങനെ സ്വന്തമായിരിക്കുന്ന കഴിവുകളിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് കിട്ടിയിരിക്കുന്ന ആ കഴിവുകളിൽ വളരെ ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെന്ന് അല്പം പോലും സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ എവിടെയൊക്കെയോ ആ ആത്മവിശ്വാസം വലിയ അപകടങ്ങളിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടെ നിന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തകർന്നു പോവുകയും പെട്ടെന്ന് പൊളിഞ്ഞു പോവുകയും ഏതൊക്കെയോ വലിയ സംരംഭങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സംഗതി നടക്കുവാനായിട്ട് ഇടയെത്തിയിരുന്നത്? ടെൻഡർ ഹോളി സ്പിരിറ്റ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ആ ചിന്തകളിലേക്ക് വളരെ ഹൃദയംഗമായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു ആത്മവിശ്വാസമുള്ളത് വളരെ നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള കഴിവുകളിലോ താലന്തുകളിലോ നമ്മുടെ സാധ്യതകളിലോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ആ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായ അപകടങ്ങൾ വലിച്ചു വരുത്തുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ സെൽഫ് കോൺഫിഡൻസിൻ്റെ, അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് അവന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളാണ്. പ്രത്യേകിച്ച് പാടാൻ കഴിവുള്ള ആൾക്കാർ, പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാർ, ഒരു സംഘാടന മികവുള്ള ആൾക്കാർ, ഒരു സംരംഭത്തെ വിജയിപ്പിക്കാൻ കരുത്തുള്ള ആൾക്കാർ, ഇങ്ങനെ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ കഴിവുകളാണ്. പ്രസംഗിക്കാൻ കഴിയുന്ന ആൾക്കാർ, പാടാൻ കഴിയുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഭയങ്കര അപാരമായിരിക്കുന്ന കോൺഫിഡൻസ് ഉള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ കോൺഫിഡൻസ് നശിക്കാൻ വലിയ കാലമൊന്നും വേണ്ട, വലിയ സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. വളരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും നന്നായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളിൻ്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ ആത്മവിശ്വാസം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇനി അതിൽ പരം വലിയ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. നന്നായി പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുടെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മവിശ്വാസം തകരാനായിട്ട് ഇനി അധികം കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുന്ന സാധ്യതകൾ, അത് പണമോ അല്ലെങ്കിൽ തന്നെ സ്വാധീനങ്ങളോ, അപ്പോൾ തന്നെ അത് മറ്റൊരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകമാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുന്ന സാധ്യതകൾ, നമുക്കുള്ള ബന്ധങ്ങൾ, നമുക്ക് സമൂഹത്തിലുള്ള സ്വാധീനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ചിന്തിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ആ ഘടകങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന്? എന്നും അത് അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. എന്നെങ്കിലും ഒരു ദിവസം അത് നശിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പെട്ടെന്ന് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് ഒരു ഗുണമില്ലാതെയാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനമാണ്, മനുഷ്യൻ്റെ തലച്ചോറാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും വൈജ്ഞാനികരായിരിക്കുന്ന ആൾക്കാർ എന്നും അവരുടെ ജ്ഞാനം അവരെ സഹായിച്ചിട്ടില്ല, എന്നും അവരുടെ നോളജ് അവരെ സഹായിച്ചിട്ടില്ല, എബിലിറ്റീസ് അവരെ സഹായിച്ചിട്ടില്ല. ഇനി മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവൻ്റെ ശാരീരിക ബലമാണ്. കരുതുന്നുണ്ടോ നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്, 60 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന് ഒരു 25, 30, 40 വയസ്സുകൾക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് വസ്തുതകൾ തീർച്ചയായിട്ടും നാളെ നിലച്ചു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ്. അത് എന്തുമായിരുന്നാലും, കഴിവുകളായിരുന്നാലും, ശാരീരിക ക്ഷമതകളായിരുന്നാലും, നമുക്കുള്ള സാധ്യതകളായിരുന്നാലും, പണമായിരുന്നാലും, എന്തു തന്നെയായിരുന്നാലും തീർച്ചയായിട്ടും നാളെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയാൻ ഇടയായിത്തീരുന്ന ഓരോരോ കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൽ 1-2 ആൾക്കാരെ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് അതിൻ്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നിമ്രോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചതിന് ശേഷം ഇനി ഒരു പ്രളയമുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബുദ്ധിരാക്ഷസനായ വില്ലാളിയായ ആ മനുഷ്യൻ, ആദ്യത്തെ നായാട്ടുകാരനായ ആ മനുഷ്യൻ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ആകാശം മുട്ടുന്നത് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തോളം പൊക്കമുള്ളതെന്നല്ല, ആകാശത്തെ സ്വാധീനിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ഒരു
ഗോപുരം അദ്ദേഹം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കഴിവിൽ, അദ്ദേഹത്തിൻ്റെ ആ സാധ്യതകളിൽ, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ആ പദ്ധതിയിൽ അദ്ദേഹത്തിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അവിടെ ദൈവം ഇറങ്ങി വന്ന് ആ ഗോപുരത്തെ തകർത്ത് കളയുകയാണ്. അഥവാ അവരുടെ ഭാഷയെ ചിഹ്നിപ്പിച്ച് ആ ഗോപുരത്തിൻ്റെ പണിയെ ദൈവം മുടക്കി കളയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ആത്മവിശ്വാസം അത് ദൈവത്തിന് വിരോധമാകുമ്പോൾ തീർച്ചയായിട്ടും അത് തകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന സകല മനുഷ്യരും ആത്മവിശ്വാസത്തിൽ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയവർ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസത്തെക്കാൾ ഉപരി അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിമ്രോദിന് സംഭവിച്ചത് അതാണ്. അവൻ്റെ ആ സെൽഫ് കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളിലോ നിങ്ങൾക്കുള്ള ആ സെൽഫ് കോൺഫിഡൻസിലോ അല്പം പോലും ആശങ്ക വേണ്ട. ദൈവം തന്നെയാണ് നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നത്. പക്ഷെ അത് എവിടെയെങ്കിലും ദൈവത്തിന് വിരോധമാകുമ്പോഴത്തേക്കും അതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മവിശ്വാസത്തിൽ നശിച്ചു പോയ മറ്റൊരാളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അത് ശലോമോൻ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഭയങ്കര വലുതായിരുന്നു. ദൈവം ഈ ഭൂമിയിൽ ഏറ്റവും അധികം ജ്ഞാനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശലോമോനാണ്. അദ്ദേഹത്തിന് ശേഷം അത്രയും ജ്ഞാനമുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ഭൂമിയിൽ അന്ന് ജീവിച്ചിരുന്നതിലും ഇനി ജീവിക്കാൻ പോകുന്നതുമായ ആൾക്കാരിൽ വെച്ച് ഏറ്റവും വിശേഷതയേറിയ ജ്ഞാനത്തിന് ഉടമയായിരുന്നു ശലോമോൻ രാജാവ്. പക്ഷെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്താൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഏതൊരു കാര്യവും തന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സെൽഫ് കോൺഫിഡൻസ് വലിയ തകർച്ചയിലേക്ക് വഴിമാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ രാജ്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം ചിഹ്നിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടായിട്ട് വിഘടിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ശലോമോന് വിരോധമായി നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തെ ആൾക്കാർ പഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പോലും ശലോമോൻ രാജാവിന് ഇടമില്ലാതെ തകർന്നു പോയവരുടെ കൂട്ടത്തിൽ ശലോമോനെ കണക്കാക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം ഇത്രയും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെ ആവശ്യമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളിലോ നമുക്ക് ലഭ്യമായിരിക്കുന്ന താലന്തുകളിലോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യത്തിനകത്തും ആത്മവിശ്വാസത്തോടു കൂടെ ചെയ്യുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആത്മവിശ്വാസം പ്ലസ് ദൈവാശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു കഴിവുണ്ട്, പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, പാടാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, ഒരു സംഘാടക മികവ് നിങ്ങൾക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ചെയ്യാൻ നിങ്ങൾക്ക് കരുത്തുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര തലച്ചോറുണ്ട്, ജ്ഞാനമുണ്ട്, ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അത് നിങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യാതെ എനിക്കത് കഴിയും എന്ന് പറഞ്ഞ് ചെയ്യാതെ അതിൻ്റെ കൂടെ ഒരു ദൈവാശ്രയം കൂടെ നിങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതി എന്നേക്കും നിലനിൽക്കുമെന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവിൻ്റെ കൂടെ ഏറ്റവും അധികം ദൈവത്തെ ആശ്രയിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പണത്തിൻ്റെ കൂടെ ദൈവത്തെ ആശ്രയിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സംവിധാനങ്ങളുടെ കൂടെ ദൈവത്തെ ആശ്രയിക്കുക. അന്നേരമാണ് അത് എവർലാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അന്നേരമാണ് അത് നീണ്ടുപോകുന്നത്, സദാകാലത്തും നിലനിൽക്കുന്നത്. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്നാണ്. 17 വയസ്സ് പ്രായമുണ്ടായിരിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം നടക്കുകയാണ് ഇസ്രായേലിൽ. അന്നത്തെ രാജാവായിരിക്കുന്ന ശൗല് പോലും ഒളിച്ച് ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ, അന്നത്തെ പടയാളികൾ മുഴുവനും വെട്ടിവിറച്ച് നിൽക്കുമ്പോൾ, ഈ ദാവീദ് എന്ന കൊച്ചു ചെറുക്കൻ കല്ലിലൊരു കവണയും വെച്ച് പിടിച്ചുകൊണ്ട് ഗോലിയാത്തിന് നേരെ പോകുന്നത് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. മലനായ ഗോലിയാത്ത് ഇവനേക്കാളും ഭയങ്കര പൊക്കമുള്ളവനാണ്, വണ്ണമുള്ളവനാണ്. അവിടെ നിന്നുകൊണ്ട് ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ദാവീദ് ഗോലിയാത്തിന് എതിരെ പറയുന്ന ഒരു വേദഭാഗം വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്റെ നേരെ വരുന്നത് ഈ കല്ലിൻ്റെ ശക്തിയിലോ എൻ്റെ ഉരുക്കിലോ എൻ്റെ കായിക ബലത്തിലോ ഒന്നുമല്ല, മറിച്ച് ഞാൻ നിന്റെ നേരെ വരുന്നത് നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാകുന്നു ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നത്. സഹോദരങ്ങളെ, ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ദൈവം നമ്മളെ കൊണ്ട് അഭിമുഖീകരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ക്രൈസിസുകൾ, അതിന് നേരെ നമ്മൾ പോകേണ്ടുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിലല്ല,
അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവൻ്റെ കായികക്ഷമതയോ അവൻ്റെ കരുത്തിനെയോ അവൻ്റെ കഴിവിനെയോ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. ദാവീദിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അവൻ കവണയിൽ കല്ല് വെച്ച് അടിക്കാൻ ഭയങ്കര പ്രാഗൽഭ്യമുള്ളവനാണ്. കാര്യം അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആടുകൾക്ക് നേരെ വരുന്ന ശത്രുക്കളെ അഥവാ വന്യമൃഗങ്ങളെ ഏതുമായിക്കൊള്ളട്ടെ അതുങ്ങളെ കവണയിൽ കല്ല് വെച്ച് അടിച്ച് അതിനെ തുരത്തി ഓടിക്കാൻ ദാവീദിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതവൻ്റെ ഭയങ്കര എബിലിറ്റിയാണ്. ആ എബിലിറ്റിയെ, ആ കഴിവിനെ അവൻ ദൈവാശ്രയവുമായും കൂടെ ബന്ധിപ്പിച്ചപ്പോൾ കാട്ടിൽ അവനുണ്ടായ ജയത്തേക്കാൾ വലിയ ജയം നാട്ടിൽ അവനുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനകത്ത് തെറ്റില്ല, ഉണ്ടാകണം. അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മവിശ്വാസത്തെക്കാൾ ഉപരി അതിൻ്റെ കൂടെ ഒരു ദൈവാശ്രയം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി സക്സസ്, നിങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ് ആ കാര്യം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം. ദാവീദിന് സംഭവിക്കുന്നത് അതാണ്. അവൻ ആശ്രയിച്ചത് തൻ്റെ കഴിവിലല്ല, സ്ട്രിങ്ങിൽ കല്ല് വെച്ച് അടിക്കാനുള്ള അവൻ്റെ കഴിവല്ല അവൻ ആശ്രയിച്ചത്, മറിച്ച് അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാനായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. ഫെലിസ്ത്യരുടെ കൊച്ചുമക്കൾ, ഫെലിസ്ത്യരുടെ കൊച്ചുപിള്ളാർ, ഈ ഗോലിയാത്തിൻ്റെ കൊച്ചുമക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ ആൾക്കാർ ദാവീദിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. 1 ശമൂവേൽ 17 നമ്മൾ വായിക്കുന്നത്. ദാവീദ് അത് കേട്ടിട്ട് ഒരു ദുർഗത്തിൽ കടന്നുപോയി പാർത്തു എന്നാണ്. ഒരു കൊച്ചു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ ഇവറ്റകൾക്ക് നേരെ പോകണമോ? അന്നേരം ദാവീദിനോട് ദൈവം പറയുകയാണ്, പോകുക, ഞാൻ അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗോലിയാത്തിന്റെ കയ്യിലുള്ള ഒരു ജീവൻ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ദാവീദിനെ പിടിക്കാൻ വന്നിരിക്കുന്നത്. ദാവീദിന് ഒരു മുൻപരിചയമുണ്ട്, ഗോലിയാത്തിനെ കൊന്ന പരിചയം. വേണമെങ്കിൽ ആ പരിചയത്തിൽ, അനുഭവ സമ്പന്നതയിൽ, ആത്മവിശ്വാസത്തിൽ ഈ കൊച്ചു ചെറുക്കന്മാർക്ക് നേരെ പോകാൻ ദാവീദിന് കഴിയുമായിരുന്നു. എന്നിട്ടും ദാവീദ് അവിടെ ചെയ്യുന്നത് ആ കൊച്ചു പിള്ളേർക്ക് നേരെ പോകാതെ, അഥവാ ഗോലിയാത്തിൻ്റെ കൊച്ചുമക്കൾക്ക് നേരെ പോകാതെ അവൻ ദൈവത്തിൻ്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, ഞാൻ അവർക്കെതിരെ പോകട്ടെ, അഥവാ അവിടെ ഒരു ദൈവാശ്രയത്തിന് വേണ്ടിയിട്ട് ദാവീദ് അപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവ്, ഒരു ബിസിനസ് സംരംഭത്തെ വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ്, നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, നിങ്ങൾക്ക് പാടാനുള്ള ഒരു കഴിവ്, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അപാരമായിരിക്കുന്ന ജ്ഞാനം, ഇതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അതിൻ്റെ കൂടെ അതിനകത്ത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും കാണുമായിരിക്കാം. എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകാം. അത് ഏറെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും ഒരു ദൈവാശ്രയം കൂടി നിങ്ങൾക്ക് അതിനകത്ത് ഇടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല എന്നാണ് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ യേശു 12 പേരെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ 12 പേരും അത്ര കണ്ട് മിടുക്കരോ യോഗ്യതയുള്ളവരായിരുന്നില്ല. ചിലർ അക്കൂട്ടത്തിൽ ജ്ഞാനികളായിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ പരമാവധി ഏറെക്കുറെ ഒരു 8-10 ആൾക്കാർ മുക്കുവരും മരപ്പണിക്കാരുമായ ആൾക്കാരായിരുന്നു. അവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്തിനാണ് ഇത്രയും സാധുക്കളായിരിക്കുന്ന ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്തത്? കർത്താവ് അതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നാളെ ഇവർ ഉന്നതികളിലെത്തുമ്പോൾ, നാളെ ഇവർ അപ്പോസ്തലന്മാരായി മാറുമ്പോൾ, രാജ്യങ്ങൾ ഇവരുടെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ, 10,000 ഇവരുടെ പേരിൽ വിടുവിക്കപ്പെടുമ്പോൾ, ഇവരുടെ ശുശ്രൂഷകളാൽ വിടുവിക്കപ്പെടുമ്പോൾ, ഇവർക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ദൈവാശ്രയമായിരിക്കണം. കാര്യം അവരുടെ കഴിവ് കൊണ്ട് കാര്യങ്ങൾ നടന്നു എന്ന് ചിന്ത വരരുത്. അതുകൊണ്ട് യേശു അത്തരത്തിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്ക് വളരെ രസകരമാണ്, ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് ലോകത്തിൽ തിരഞ്ഞെടുത്തു. ശക്തിയുള്ളതിനെ, ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനതമായതിനെ തിരഞ്ഞെടുത്തു. ഭയങ്കര ഉന്നതി പറയുന്നവരെ ലജ്ജിപ്പിക്കേണ്ടതിന് കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ കഴിവിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അതിനകത്ത് ആത്മവിശ്വാസം ഇടണം. അതിനേക്കാൾ ഉപരി, ആത്മവിശ്വാസത്തെക്കാളും ഉപരി ഒരു ഭയങ്കര ദൈവാശ്രയം ഉണ്ടാകണം. ഓരോ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കുകയും ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് അനുസരിച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒന്നും ചെയ്യരുത്. എക്സ്പീരിയൻസിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ പരാജയപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ല, ഇനി നിങ്ങൾ ദൈവാശ്രയത്തിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല. ഈവൻ നിങ്ങൾ പരാജയപ്പെട്ടാൽ പോലും അതിന് മറ്റൊരു ഭാഗത്ത് ജയമാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും.
നിങ്ങൾക്കുള്ള കഴിവുകൾ അത് ദൈവനാമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിനേക്കാൾ ഉപരി അത് ദൈവാശ്രയത്തിൽ ചെയ്യണം എന്നുള്ളതാണ് ടെൻഡ് ഹോളി സ്പിരിറ്റ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുക. മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ ഉപരി ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.